അപ്പോൾ ഹിമാചലിലെ സ്പിറ്റി വാലി ഏരിയയിലൊക്കെ കിടന്ന് കറങ്ങുകയാണ് ഞാൻ. സ്പിറ്റി ആൻഡ് ലാഹുൽ ആ ഡിസ്ട്രിക്റ്റാണ്. അപ്പോൾ ഇവിടെ കൂടുതലും ബുദ്ധിസ്റ്റ് കൾച്ചറാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും വേറൊരു സ്റ്റൈലാണ്. നമ്മൾ ഇത്ര നേരം കണ്ട തൊപ്പി അങ്ങനത്തെ കാര്യങ്ങളല്ല, കുറേ മാറ്റങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ കിനോറിൽ കണ്ട ഒരു സ്റ്റൈൽ വേറെ, ഇവിടെ വേറെ. അപ്പോൾ ഇവിടെ ഇങ്ങനെയൊക്കെയാണ് തലയിൽ കെട്ടുന്നത്. അപ്പോൾ ഞാൻ ഇവിടുത്തെ ഒരു വില്ലേജ് ഹൗസിലിരിക്കുകയാണ്. ഇവരുടെ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ കൂടുതലും ടിബറ്റൻ സ്റ്റൈലൊക്കെയാണ്, ചൈനീസ് ടിബറ്റൻ ഒരു കോമ്പിനേഷൻ. അപ്പോൾ മോമോസ് വളരെ പ്രധാനം. അപ്പോൾ മോമോ ആണ് ഇന്നിവിടെ ഉണ്ടാക്കുന്ന ഡിഷ്. അപ്പോൾ അതൊന്ന് കാണാനിരിക്കുക. മോമോസ് പലതരം നമ്മൾ പല സ്ഥലത്തും കാണുന്നുണ്ട്, പക്ഷേ ഓരോ സ്ഥലത്ത് വരുമ്പോൾ അവരുടെ മോമോസ് എങ്ങനെയാണെന്ന് അറിയണ്ടേ. അപ്പോൾ നമ്മൾ തവാങ്ങിലെ മോമോ കണ്ടു, ഇനിയിപ്പോൾ ഇവിടുത്തെ ഹിമാചലിലെ മോമോസ് കാണാൻ പോകും. കുറച്ച് എണ്ണ ഒഴിക്കുന്നു, ഒരു ഫ്രൈങ് പാനിൽ മഞ്ഞൾപ്പൊടി ഇടുന്നു. ഇവിടെയൊക്കെ കിട്ടുന്ന ഗമൻ എന്ന് പറയുന്നത് ലോക്കൽ ഒരു പ്ലാന്റിൽ നിന്ന് കിട്ടുന്ന ഒരു ഫ്ലേവറിങ് കാര്യമുണ്ട്. അത് കൈകൊണ്ട് ഞെരടി അത് ഇടും. അതാണ് ഇതിന് മണം കൊടുക്കുന്നത്, ഗമൻ. ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ഉടച്ചതിൽ അത് യോജിപ്പിക്കുന്നു, മിക്സ് ചെയ്യുന്നു. ഇത് മോമോസിൻ്റെ ഫില്ലിംഗ് ആണ് ഇപ്പം റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇച്ചിരി ഉപ്പും കൂടെ ചേർത്തു. മാഷ്ഡ് പൊട്ടറ്റോ, പിന്നെ ഇപ്പോൾ ടെമ്പർ ചെയ്ത കാര്യങ്ങൾ ഇപ്പോൾ താളിച്ചെടുത്തല്ലോ, മഞ്ഞൾപ്പൊടി, ഗമൻ, എണ്ണ. മിക്സിങ് ഉണ്ടല്ലോ മോമോസിൻ്റെ അകത്തെ ഫില്ലിങ്. ഉരുളക്കിഴങ്ങ് മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് വേവിച്ച്. കുറച്ച് എണ്ണ ചൂടാക്കി അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടു, പിന്നെ അതിൽ ഗമൻ എന്ന് പറയുന്ന അവരുടെ മസാല ഇട്ടു, ഉപ്പും എല്ലാം കൂടെ ചേർത്ത് അത് ആ ഉരുളക്കിഴങ്ങിൻ്റെ കൂടെ ചേർത്ത് മിക്സ് ചെയ്യുന്നു. അപ്പോൾ മോമോസിൻ്റെ ഫില്ലിങ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. പിന്നെ മൈദ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. അതാണ് മോമോസിനുള്ള മൈദ ആട്ട ഹേ. ഇവിടെ ആട്ട ഗോതമ്പിലാണ് ചെയ്യുന്നത് മോമോസ് വേവിക്കാനുള്ള പാത്രത്തിൽ എണ്ണ തടവുന്നു. സ്റ്റീമറാണ്. ഇവിടുത്തെ മോമോസ് കുറച്ച് വ്യത്യാസമാണെന്ന് തോന്നുന്നു. നമ്മൾ തവാങ്ങിൽ കണ്ട മോമോസ് കുറച്ച് ഡിഫറെൻ്റ്, അതിൻ്റെ ഫില്ലിങ് വേറെ. ഇതിൽ കുറച്ചൊരു മസാല പോലെ ഒരു എന്താ പറയുക, എണ്ണയൊക്കെ ഒന്ന് താളിച്ചിട്ടല്ലേ ഇടുന്നത്. മഞ്ഞൾപ്പൊടി ചേർത്തു. ഓരോന്നിനും ഇങ്ങനെ റൗണ്ടായിട്ട് കൈകൊണ്ട് തന്നെ ഇങ്ങനെ റൗണ്ടാക്കി പരത്തുന്നു. മോമോസ് ഒരു പ്രധാന ഐറ്റമാണ് ഈ ഭാഗത്തൊക്കെ. ആ ഉരുളക്കിഴങ്ങിൻ്റെ ഫില്ലിങ് അകത്ത് വയ്ക്കുന്നു. ഈ രീതിയിൽ ഇനി ഇതെല്ലാം ഉരുട്ടി അതിനകത്ത് ഫില്ലിങ് വെച്ചിട്ട് സ്റ്റീമറിൽ വെച്ച് ഇനി വേവിക്കും ആവിയിൽ. സ്പിറ്റി വാലിയിലൊക്കെ വന്നപ്പോൾ, ലാഹുൽ സ്പിറ്റി വാലിയിൽ വന്നപ്പോൾ ബുദ്ധിസ്റ്റ് കൾച്ചറാണ് കൂടുതൽ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേറെ വലിയ കുഴപ്പങ്ങളില്ല. അവരുടെ അടുക്കളയിൽ കയറാം, അവരുടെ കൂടെ കുറച്ചുകൂടിയൊക്കെ നമുക്ക് മിങ്കിൾ ചെയ്യാൻ സാധിക്കും. അതേസമയം ടിപ്പിക്കൽ കിനോറീസിൻ്റെ വില്ലേജ് പോയപ്പോൾ കണ്ടല്ലോ, നമ്മുടെ കിച്ചണിലൊന്നും കയറ്റിയില്ല. അവർ നമ്മൾ ഔട്ട്കാസ്റ്റുകളായിട്ടാണ് കണ്ടിരിക്കുന്നത്. അവർ ഭയങ്കര ഒരു എന്നാൽ നല്ല ആൾക്കാരാണ്, പക്ഷെ അവരങ്ങനെ ഓവറായിട്ട് അവർ ഔട്ട്സൈഡേഴ്സായിട്ട് മിങ്കിൾ ചെയ്യില്ല. അവരുടെ കൾച്ചർ പൊല്യൂട്ട് ചെയ്യാനായിട്ട് സമ്മതിക്കും. മോമോസ് റെഡി ആയിട്ടുണ്ട്. മോമോസ് സ്റ്റീമായി കഴിഞ്ഞാൽ അത് കഴിക്കുന്നത് എന്താ വെച്ചാൽ അതിൻ്റെ ഒരു ചട്നി ഉണ്ട്. അതിൽ തൈര്, മല്ലിയില, പുതിന, ഉപ്പ്, മുളക് ഇതെല്ലാം ചേർത്ത് അരച്ചതാണ്. അതാണ് കോമ്പിനേഷൻ. മോമോസ് കഴിക്കാൻ തന്നെ എന്നെ അതേ കണ്ടില്ലേ വേഷം കെട്ടി ചേർത്തിരിക്കുന്നത്. അവരുടെ ട്രഡീഷണൽ ഡ്രസ്സാണിത്. ഇത്ര ഹെവിയാണ്, എന്നാലേ ഈ തണുപ്പിനെ അതിജീവിക്കാൻ പറ്റുള്ളൂ. അത്ര നല്ല വുളൻ ക്ലോത്തിങ് ആണ്. എനിക്ക് നല്ല വാമായിട്ടിരിക്കണം ഇപ്പോൾ. മോമ എൻ്റെ ഒരു ഫേവറേറ്റ് ഐറ്റം അല്ല, പക്ഷേ ഡിഫറെൻ്റ് ആയിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. നല്ലതാണ്. അവരുടെ ഏറ്റവും ഫേവറേറ്റ് ഐറ്റമാണ്. നൈസ്. അപ്പോൾ എന്തായാലും ഈ വാം ക്ലോത്തിങ് ഒക്കെ ആയിട്ട് പോയി കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് നല്ല സുഖമായിട്ട് ഉറങ്ങാൻ സാധിക്കുമെന്ന് മനസ്സിലായി. കാര്യം ഇവിടുത്തെ തണുപ്പ് എനിക്ക് സഹിക്കാൻ വയ്യാണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇവരുടെ ഈ വേഷം കൊള്ളാൻ തോന്നുന്നു. എന്തായാലും യാത്ര പറഞ്ഞ് പോകാൻ പോവാണ്. രാത്രിയാണ്. ഇനി നാളെ ഒരുപാട് വിശേഷങ്ങൾ കാണണ്ടേ. അപ്പോൾ എന്തായാലും കാത്തിരിക്കുക. അതുവരെ